നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മേക്കപ്പിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ മിക്ക പാരൻസിനും ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ട് പോകാമെന്നുള്ളത്, അല്ലേ? അപ്പോൾ ന്യൂബോൺ തൊട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, പല പഠനങ്ങളിലും കൂടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് കാജൽ, പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അതിലുള്ള കെമിക്കൽസ് കണ്ടൻറ്റ് എല്ലാം ന്യൂബോൺസിന് വളരെയധികം അലർജി ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഒരു 8 ഇയർ 9, 10 ഇയേഴ്സ് അങ്ങനത്തുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാം, മിക്ക പെൺകുട്ടികളും ഉള്ള വീടുകളിൽ അമ്മമാർക്ക് പെൺകുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ടു പോകാനായിരിക്കും കൂടുതൽ താല്പര്യം, അല്ലേ? ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ മസ്കാര, അതുപോലെ തന്നെ എന്താ പറയുക, ഐലൈനർ ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ, ഇപ്പോൾ ഫംഗ്ഷൻ ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ ഒരുക്കി കൊണ്ടുപോകാനായിരിക്കും ആഗ്രഹം. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് മേക്കപ്പ് യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് തന്നെയായിരിക്കും കുഞ്ഞുങ്ങളും ചെയ്യുന്നത്, അല്ലെ? പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാർ ഒരുങ്ങുന്ന രീതി അല്ലെങ്കിൽ ഒരുങ്ങുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, അവർക്ക് ആ ഒരു ഐറ്റംസ് എന്തൊക്കെയാണ്, അത് ഐലൈനർ എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ലിപ്സ്റ്റിക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ധാരണയുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. മെയിൻലി നമുക്കറിയാം, ഈ വക കോസ്മെറ്റിക്സ്, ഇപ്പോൾ നമ്മൾ എത്ര ബ്രാൻഡഡ് ആയിക്കോട്ടെ, ഈ വക കോസ്മെറ്റിക്സിലെല്ലാം ലെഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് വേണ്ടിയിട്ടുള്ള സിന്തറ്റിക് ഐറ്റംസ് ഉണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം എല്ലാ കോസ്മെറ്റിക്സിലും ഉണ്ട്. പക്ഷേ ഇത് കുഞ്ഞുങ്ങളിൽ ഭയങ്കരധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു കെമിക്കൽ പ്രോഡക്ട്സ് കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വഴി അവരുടെ ഹോർമോണൽ ചേഞ്ചസ് വരാനുള്ള, ഹോർമോണൽ ഡിസ്ട്രഷൻ വരാനുള്ള ചാൻസസും കൂടുതലാണ്. അതുവഴി ഏർലി പ്യൂബർട്ടിയിലോട്ട് കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ഈ വക പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഇപ്പോൾ അലർജീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സെലാമിൻ ലോഷൻ അല്ലെങ്കിൽ തന്നെ ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലോഷൻസും കാര്യങ്ങളും ആയിരിക്കണം ഏറ്റവും യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ പ്രോഡക്ട്സും, അതായത് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യാണ്ട്, ഇപ്പോൾ നമ്മൾ ഡെർമറ്റോളജി കാണിച്ച് ഇപ്പോൾ അലർജിയാണ്, അപ്പോൾ ഏത് തരം അലർജിയാണ്, അത് എങ്ങനെയാണ്, എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ലോഷൻസ് കൊടുക്കാനും. സൺബേൺ ലോഷൻ ആയിക്കോട്ടെ, ഏത് ലോഷൻ ആണെങ്കിലും വിത്ത് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടതും. അതിൽ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ നേരമാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ട് തന്നെ പാരൻസ് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ടും. അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഇത് ചെയ്താൽ ഓക്കെ ആവും. പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിച്ച് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് വളരെയധികം മോശപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ചില സ്കിന്നുകൾ ഡ്രൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, ചില സ്കിന്നുകളിൽ റാഷസ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലോഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മേക്കപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല നമുക്കറിയാം, ഇത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ക്യാൻസർ അതുപോലുള്ള രോഗങ്ങളിലേക്ക് എത്തിക്കാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.